എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ തീയതിയിൽ ജസ്റ്റ് മാറ്റം. അപ്പോൾ ജൂലൈ 10-ാം തീയതി മുതൽ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാമെന്നാണ് വിദ്യാർത്ഥികളോട് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ ഈ ഒരു ജൂലൈ 12-ാം തീയതിയോടെയാണ് വരിക എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷം ഇനി 2 അലോട്ട്മെൻറ്റുകളാണ് ഈ ഒരു നിലവിൽ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നടക്കുക. ഒന്നാമത്തേത് ഈ ഒരു ട്രാൻസ്ഫറും രണ്ടാമത്തേത് സെക്കൻഡ് സപ്ലിമെൻ്ററിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ജൂലൈ 12-ാം തീയതിയോടെയാണ് ഈ ഒരു വാക്കൻസി ലിസ്റ്റും മറ്റ് ഡീറ്റെയിൽസും വരിക. അപ്പോൾ ജൂലൈ 12 അല്ലെങ്കിൽ 11-ാം തീയതി രാത്രിയോടെയോ വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാക്കൻസി ലിസ്റ്റും അതുപോലെ തന്നെ അപേക്ഷ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം, അതുപോലെ അപേക്ഷിക്കും മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾക്ക് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ഒഴികെ അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. അതായത് ഫസ്റ്റ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് സെക്കൻഡ് ട്രാൻസ്ഫർ മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് സെക്കൻഡ് ട്രാൻസ്ഫറിലാണ് അവസരം നൽകാറുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു വിദ്യാർത്ഥിക്ക് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റാണ് ഒന്നാമത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ മാത്രമാണ് ഫസ്റ്റ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റാതിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ഘട്ടത്തിലോ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയിരുന്നാൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അതായത് നിങ്ങൾക്ക് സ്പോർട്സ് കോട്ട അതുപോലെ തന്നെ മെറിറ്റ് കോട്ട എന്നിവയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫറിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട എന്നിങ്ങനെയുള്ള കോട്ടകളിൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നിലവിൽ ഉള്ള ട്രാൻസ്ഫറിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷയ്ക്ക് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫറിന് നിങ്ങൾ അപേക്ഷ നൽകേണ്ടതുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും നിലവിൽ ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ച ആ ഒരു കോഴ്സ് പഠിച്ചിട്ട് കുറച്ച് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് വരുന്നൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കുന്ന സ്കൂളിൽ നല്ലൊരു കൂട്ടുകാരൊക്കെ ആയിട്ട് വരുന്നുണ്ടാകും. അതുപോലെ തന്നെ ആ ഒരു സ്കൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിന് അപേക്ഷിച്ച ശേഷം ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്തായിരിക്കും ഞാൻ ആ ഒരു സ്കൂളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, ആ ഒരു സ്കൂൾ ഇഷ്ടപ്പെട്ടു, അതുപോലെ കോഴ്സ് ഇഷ്ടപ്പെട്ടു, അതുപോലെ അവിടെ എനിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണ്, അപ്പോൾ ഞാൻ വെറുതെ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ അപേക്ഷിച്ച ശേഷം അപേക്ഷ ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ അപേക്ഷ നൽകിയ ശേഷം അത് എഡിറ്റ് ചെയ്യാനോ പറ്റുന്നതായിരിക്കില്ല. ഒരു തവണ മാത്രമാണ് ആപ്ലിക്കേഷൻ നൽകാൻ പറ്റുക. അതിനുശേഷം പിന്നീട് ഓപ്ഷൻ നൽകാനോ കൂട്ടിച്ചേർക്കാനൊന്നും പറ്റുന്നതല്ല. നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ എല്ലാവിധ ഡീറ്റെയിൽസും കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് സ്കൂൾ വഴി അപേക്ഷ സമർപ്പിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടും അപേക്ഷ സമർപ്പിക്കാം. എങ്ങനെ അപേക്ഷിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ബേസിൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ കാരണം പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു കാര്യമാണ് സ്കൂൾ വഴി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചാൽ ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യത കൂടുതലാണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കിൻ്റെ ബേസിൽ അതായത് റാങ്കിൻ്റെ ബേസിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാൻ സാധിക്കുക. അതുപോലെ തന്നെ ട്രാൻസ്ഫർ അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ കിട്ടണം എന്നില്ല. നിങ്ങൾ അപേക്ഷിക്കുന്ന സ്കൂളിൽ എത്ര വിദ്യാർത്ഥികൾ അപേക്ഷിച്ചോ അവിടെ എത്ര വേക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ അവിടെ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് എത്ര വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ട് പോകുന്നുണ്ട്, ഇതൊക്കെ അനുസരിച്ചാണ് നിങ്ങൾക്ക് അവിടെ ട്രാൻസ്ഫർ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫറിന് അപേക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണ്ട കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കുറേ ഓപ്ഷൻ ഒന്നും കൊടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ആയിരുന്നാലും കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് ഓപ്ഷൻ വെക്കാൻ സാധിക്കുക. അതായത് നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്ക് മാറാം. നിങ്ങളിപ്പോൾ സയൻസാണ് കിട്ടിയത്, നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിലോ കൊമേഴ്സിലോ പോകണം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസാണ് കിട്ടിയത്, നിങ്ങൾക്ക് കൊമേഴ്സിലേക്കോ സയൻസിലേക്കോ കമ്പ്യൂട്ടർ സയൻസിലൊക്കെ പോകണം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് മാറുന്നതിനായിട്ട് ഈ ഒരു മറ്റൊരു കോഴ്സിലേക്ക് മാറാനുള്ള ഓപ്ഷൻ വെക്കാം. അതുപോലെ തന്നെ നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് കോഴ്സ് മാറാതെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ തന്നെ അത് സ്കൂൾ മാറ്റം മാത്രമാണ്, അത് സ്കൂൾ മാത്രമേ മാറുന്നുള്ളൂ, അതിൽ കോഴ്സ് മാറുന്നില്ല. അതുപോലെ തന്നെ നിലവിൽ ലഭിച്ച അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് മാറാം. ഒരു ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ കൊമേഴ്സ് ആണ് കിട്ടിയത്, ആ ഒരു വിദ്യാർത്ഥിക്ക് മറ്റൊരു സ്കൂളിലാണ് പോകേണ്ടത്. മറ്റൊരു സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസിലേക്കോ അല്ലെങ്കിൽ സയൻസിലേക്കോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലേക്കോ ആണ് പോകേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ട്രാൻസ്ഫർ വെക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റില്ല, അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടിയാൽ ആദ്യം ലഭിച്ച സീറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ അപേക്ഷ സമർപ്പിച്ച ശേഷം ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് വീണ്ടും ഓപ്ഷൻ നൽകാനോ അല്ലെങ്കിൽ നൽകിയ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനോ പറ്റുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു,
നിങ്ങൾക്കിവിടെ ട്രാൻസ്ഫർ കിട്ടിയെങ്കിൽ ഇവിടുത്തെ സീറ്റ് പോവുകയും പിന്നീട് ഈ ഒരു സ്കൂളിലായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് താല്പര്യമുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നാൽ കൂടി വെക്കാം. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് കരുതുക. ഇപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് കരുതുക. കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിൽ ഈ ഒരു ആദ്യം അഡ്മിഷൻ നേടിയ അതേ സ്കൂളിലെ അഡ്മിഷൻ അവിടെ തുടരുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്ക് മാറ്റം കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീസ് വല്ലതും ഉണ്ടെങ്കിൽ അത് അടച്ചാൽ മതി. അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിലേക്കാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം അടക്കുന്ന അഡ്മിഷൻ ഫീസ് ഉണ്ടാകും. അതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾ കയ്യിലെടുക്കുക. ബാക്കിയുള്ള PTA ഫണ്ട് പോലുള്ള മറ്റ് ഡീറ്റെയിൽസ് ആ ഒരു ഫീസൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തിരിച്ചു തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും മറ്റും തിരിച്ചു തരും. ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആദ്യം അടച്ച ആ ഒരു അഡ്മിഷൻ ഫീസിൻ്റെ റെസിപ്റ്റ് കൂടി കൊടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മറ്റൊരു കോഴ്സിലേക്കാണ് മാറ്റം ലഭിച്ചതെങ്കിൽ എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതും PTA ഫണ്ടുമൊക്കെ അടച്ച് ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. നിലവിൽ പ്രത്യേകിച്ച് അഡ്മിഷൻ ട്രാൻസ്ഫർ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ നിലവിലെ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ ആദ്യഘട്ടത്തിൽ സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ മാത്രമാണ് വരിക. ജില്ലാ ട്രാൻസ്ഫർ രണ്ടാം ട്രാൻസ്ഫർ ആയിട്ടാണ് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ അപേക്ഷിക്കാം, സ്കൂൾ വഴി അപേക്ഷിക്കുന്നത് എങ്ങനെയെന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഒരു ഫോം കിട്ടും. ഈ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഓൺലൈനായിട്ട് പൂരിപ്പിക്കേണ്ടത്. നിങ്ങളുടെ പേര് എഴുതി കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു അതായത് നിങ്ങളുടെ പ്ലസ് ടു അല്ല, അതായത് ഈ ഒരു SSLCയുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ +1ൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൻ്റെ പേരും കോഡും, അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയ കോഴ്സ് കോമ്പിനേഷൻ ഏതാണെന്നുള്ളത് രേഖപ്പെടുത്തണം. അതിനുശേഷം ആ ഒരു ഫോമിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലൊരു ഭാഗമുണ്ടാകും, സീരിയൽ നമ്പർ, അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേരും കോഡും, അതുപോലെ കോഴ്സിൻ്റെ കോഡ് ഏതാണെന്നുള്ളത് രേഖപ്പെടുത്താനുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ 1, 2, 3 എന്ന് ഈ ഒരു രീതിയിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് വേണ്ട സ്കൂളുകൾ ഏതൊക്കെയാണ്, ആ ഒരു സ്കൂളിൻ്റെ പേര്, അതുപോലെ തന്നെ കോഴ്സിൻ്റെ കോഡ് ഏതാണ്, അത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ട് നിങ്ങൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ഫോമിന് ജസ്റ്റ് ഒരു 5 രൂപ മാത്രമാണ് ആ ഒരു ഫീസായിട്ട് കൊടുക്കേണ്ടത്. വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നും കൊടുക്കാനുണ്ടാവില്ല. അത് സ്കൂളിൽ നിന്ന് അവർ കമ്പ്യൂട്ടറിൽ നിന്ന് കറക്റ്റായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ട്രാൻസ്ഫറിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഫോം പൂരിപ്പിക്കുന്ന സമയത്ത്, അതായത് ഫോം പൂരിപ്പിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരു കോഴ്സോ സ്കൂളോ മാറിപ്പോയത് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും നിങ്ങൾക്കിപ്പോൾ സയൻസാണ് വേണ്ടതെങ്കിൽ സയൻസിൻ്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് 1 കോഴ്സ് കോഡ്. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ 5. അതുപോലെ തന്നെ കൊമേഴ്സ് ആണെങ്കിൽ 39 വരുന്നുണ്ട്, 36 വരുന്നുണ്ട്, ഈ ഒരു രീതിയിലൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിൻ്റെ കോഡ് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട കോഴ്സ് കോഡ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ടുള്ളത്, നിങ്ങൾക്ക് സ്വന്തമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഫോർ, അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. അതിനുശേഷം അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് അടുത്ത വരുന്ന പേജിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ, പ്ലസ് ടു അല്ല +1ൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ, അത് നിങ്ങളുടെ ഈ അലോട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൻ്റെ കോഡും അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേരും അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. കോഡ് നൽകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അതുപോലെ തന്നെ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് അത് എന്നിവ നൽകിയ ശേഷം നിങ്ങൾക്ക് പിന്നീട് അടുത്തതായിട്ട് ട്രാൻസ്ഫറിന് ഓപ്ഷൻ നൽകാനുള്ള ഭാഗമുണ്ടാകും. അവിടെ നിങ്ങൾക്ക് സ്കൂളിൻ്റെ കോഡ് നൽകാൻ, അതുപോലെ തന്നെ കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. സ്കൂൾ കോഡ് ഇവിടെ നൽകുക. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി ആ ഒരു കോഴ്സ് ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്കൂളിലെ കോഴ്സ് വരും. അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ആഡ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി താഴെയായിട്ട് ലിസ്റ്റഡ് ആയിട്ട് വരും. അതായത് സീരിയൽ നമ്പർ, സ്കൂളിൻ്റെ പേരും അതുപോലെ കോഡും, അതുപോലെ കോഴ്സ് കോമ്പിനേഷൻ ഏതാണ്, കോഴ്സ് കോമ്പിനേഷൻ്റെ കോഡ്, അതുപോലെ തന്നെ സൈഡിലായിട്ട് ഒരു ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ആയിട്ട് തന്നെ ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാകും. അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഓപ്ഷൻ്റെ ആ സ്ഥാനം ഫസ്റ്റും അതുപോലെ ലാസ്റ്റും ആക്കിയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ അത് ലിസ്റ്റഡ് ആയിട്ട് വരും. നിങ്ങൾക്ക് ആവശ്യമില്ലാതെ ഏതെങ്കിലും ഓപ്ഷൻ നൽകിയെന്ന് തോന്നുകയാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അതിനുശേഷം ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഫൈനൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് മാറുമെന്ന് ഉറപ്പുള്ള കോഴ്സുകൾ അതുപോലെ സ്കൂളുകളിൽ തന്നെയല്ലേ ഓപ്ഷൻ കൊടുത്തത്, കോഴ്സൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും സ്കൂളും കോഴ്സും കൊടുക്കുന്ന സമയത്ത് മാറിപ്പോയിട്ടൊക്കെ അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ട്രാൻസ്ഫർ എനിക്ക് മുമ്പ് കിട്ടിയ ആ ഒരു സ്കൂൾ മതിയെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന സമയത്ത് ഓപ്ഷൻ നൽകുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സും അതുപോലെ തന്നെ സ്കൂളും തന്നെയാണ് നൽകിയത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അത് മാറിപ്പോയിട്ടില്ല എന്നുള്ളത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മാറിപ്പോയാൽ പിന്നീട് അത് എഡിറ്റ് ചെയ്യാനോ, അത് ഫൈനൽ സബ്മിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനോ അത് ഡിലീറ്റ് ചെയ്യാനോ സാധിക്കില്ല. അഥവാ ട്രാൻസ്ഫർ കിട്ടിപ്പോവുകയാണെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിൽ പോയിട്ട് നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടും വരും. കാരണം മുൻ വർഷങ്ങളിൽ പല വിദ്യാർത്ഥികൾക്കും സയൻസിൽ മറ്റൊരു സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഓപ്ഷൻ നൽകി ആദ്യം സയൻസ് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ട്രാൻസ്ഫറിന് വെച്ച സമയത്ത് അറിയാതെ ഹ്യൂമാനിറ്റീസാണ് വെച്ചത്. നേരെ പോയിട്ട് ഹ്യൂമാനിറ്റീസിലേക്ക് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് ഓപ്ഷൻ വെച്ചത് കൊണ്ട് തന്നെ ട്രാൻസ്ഫർ കിട്ടി. അപ്പോൾ അങ്ങനെ
ആ ഒരു കോഴ്സ് മാറിപ്പോയിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രാൻസ്ഫർ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിലേക്ക് തന്നെയാണ് ട്രാൻസ്ഫർ വെച്ചത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മാറിപ്പോവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.